നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ ഏതാണ്ട് ഒരു മാസത്തിന് മുകളിൽ മാത്രമേ ഉള്ളൂ. കിട്ടുന്ന എല്ലാ സൂചനകളും അനുസരിച്ച് UDF വലിയ വിജയം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF സർക്കാരിനോട് പൊതുവേയും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ അതൃപ്തിയാണ് ഉള്ളത്. ഇപ്പോഴിതാ കേരള അസംബ്ലി ഇലക്ഷന്റെ ഏറ്റവും പുതിയൊരു സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സർവേയിൽ ഓരോ പാർട്ടികൾക്കും എത്ര സീറ്റുകളാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ പുറത്തുവന്ന കേരള അസംബ്ലി ഇലക്ഷന്റെ എല്ലാ സർവേകളും UDF വലിയ വിജയമാണ് പ്രവചിക്കുന്നത്. നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് LDF ഭരണം നിലനിർത്താൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഈ സർവേകളെല്ലാം പ്രവചിക്കുന്നത്. ഇപ്പോൾ ഇതാ ലോക് പോളിന്റെ ഏറ്റവും പുതിയ ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് പോൾ ട്രാക്കർ പുറത്തുവിട്ട സർവേയിലും UDF വലിയ വിജയമായിരുന്നു പ്രവചിച്ചിരുന്നത്. ഇവരുടെ ഈ പുതിയ സർവേ ഫെബ്രുവരി 9-നും 24-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് നടത്തിയത്. വളരെ വലിയ സാമ്പിൾ സൈസ് ഉള്ള ഒരു സർവേയാണ് ഇത്. ഇതിന്റെ സാമ്പിൾ സൈസ് 40,000 മൊത്തമുള്ള 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും 300 പേരുടെ അഭിപ്രായം ആരാഞ്ഞാണ് അവർ ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവരുടെ ഈ സർവേ അനുസരിച്ച് LDF 51 മുതൽ 59 വരെ സീറ്റുകളും, UDF 81 മുതൽ 86 വരെ സീറ്റുകളും, NDAക്ക് 0 മുതൽ 2 വരെ സീറ്റുകളും, മറ്റുള്ളവർക്ക് 0 സീറ്റുകളും ലഭിക്കും എന്നാണ് പറയുന്നത്. ഓരോ മുന്നണികൾക്കും ലഭിക്കുന്ന വോട്ട് ശതമാനം ഇങ്ങനെയാണ്: LDF 39 മുതൽ 41 വരെ ശതമാനം, UDF 43 മുതൽ 45 വരെ ശതമാനം, NDAക്ക് 13 മുതൽ 15 വരെ ശതമാനം, മറ്റുള്ളവർക്ക് 2 മുതൽ 3 വരെ ശതമാനം വോട്ടുകൾ. ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റുകളാണ് എന്ന് നമുക്ക് അറിയാം. ഇവരുടെ ഈ സർവേ ഫലം അനുസരിച്ച് BJP വീണ്ടും BJP തന്നെ ആകാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതുപോലെ അവർക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ പോലെ തന്നെ ഏകദേശം 13 മുതൽ 15% വരെ ആയിരിക്കും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപ് പുറത്തു വന്ന പോൾ ട്രാക്കറിന്റെ സർവേയിൽ കണ്ടെത്തിയതും ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. ആ സർവേ നടത്തിയത് ജനുവരി 12-നും ജനുവരി 30-നും ഇടയ്ക്കായിരുന്നു. അതിന്റെ സാമ്പിൾ സൈസ് ഇതിനേക്കാൾ ചെറുതായിരുന്നു, 23,800. അന്നത്തെ സർവേയിൽ LDF 43 മുതൽ 49 വരെ സീറ്റുകളും, UDF 89 മുതൽ 96 വരെ സീറ്റുകളും, NDAക്ക് 0 മുതൽ 2 വരെ സീറ്റുകളും എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്നാൽ പുതിയ സർവേ അനുസരിച്ച് LDF സീറ്റുകളിൽ 10 എണ്ണത്തിന്റെ വരെ വർധനവ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. പരമാവധി 59. UDF സീറ്റുകളുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടാകും എന്നും പറയുന്നു. കഴിഞ്ഞ സർവേയിൽ പരമാവധി 96 വരെ സീറ്റുകൾ UDF പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സർവേയിൽ പരമാവധി 86 സീറ്റുകളാണ് പറയുന്നത്. കഴിഞ്ഞ സർവേയെ അനുസരിച്ച് UDF വോട്ടുകളിൽ 1% കുറവുണ്ടാകാം. എന്നാൽ LDF വോട്ടുകൾ 1 മുതൽ 2 വരെ ശതമാനം വർദ്ധിക്കും എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വളരെ ചെറിയ വ്യത്യാസമാണ്. ഒരുപക്ഷെ പോളിന്റെ മാർജിൻ ഓഫ് എറർ കൊണ്ടാവാം ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. മറ്റൊരു സാധ്യതയുള്ളത് BJPയുടെ വോട്ടുകൾ LDF മറിച്ചു കൊടുക്കും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ സർവേയിൽ 14 മുതൽ 15 വരെ ശതമാനം വോട്ടുകൾ NDAക്ക് ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ പുതിയ സർവേയിൽ അവരുടെ വോട്ട് ശതമാനത്തിൽ 1% കുറവുണ്ടാകാം, 13 മുതൽ 15% വരെ ആവാം എന്ന് പറയുന്നു. അതായത് CJP അന്തർധാര ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല. കേരളത്തിലെ CPM സംബന്ധിച്ച് കോൺഗ്രസിന്റെ പരാജയമാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. BJPയുടെ വോട്ടുകളിൽ വർധനവ് ഉണ്ടാകുന്നതിൽ അവർക്ക് വലിയ ആശങ്കയില്ല. അങ്ങനെ ഒരു അന്തർധാര സജീവമായി ഇല്ലെങ്കിൽ UDF 100 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ UDF 100 സീറ്റുകൾ വരെ ലഭിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. LDF സീറ്റുകൾ 40-ലേക്കോ അതിൽ താഴെയോ ആയി കുറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അത്ര വലിയ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവുമാണ് കേരളത്തിലുള്ളത്. BJPക്ക് 1 സീറ്റെങ്കിലും ലഭിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. 2 സീറ്റിലാണ് അവർക്ക് ചെറിയ സാധ്യത എങ്കിലും ഉള്ളത്, നേമത്തും കഴക്കൂട്ടത്തും. അവിടെ LDF വോട്ടുകൾ BJPക്ക് മറിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ 0-ൽ തന്നെ അവസാനിക്കും എന്ന് ഉറപ്പാണ്. പിന്നെയുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ
LDF-നോടുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരവും നേമത്തും കഴക്കൂട്ടത്തും UDF വിജയിക്കാനുള്ള സാധ്യത കുറവും ആയതിനാൽ LDF വിരുദ്ധ വോട്ടുകൾ ഈ 2 സീറ്റുകളിലും NDAയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ടുകൾ വ്യക്തമാക്കുന്നത് പോലെ തന്നെ UDF വൻ വിജയത്തിലേക്കാണ് കുതിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നത് VD സതീശനെയാണ് എന്നുള്ളതാണ്. എന്നാൽ മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷൻ നടത്തിയ SIR എന്ന വോട്ടുകൊള്ളയുടെ പ്രതിഫലനം എത്രമാത്രം കേരളത്തിൽ ഉണ്ടാവും എന്ന് ആർക്കും വ്യക്തമായ ഒരു രൂപവുമില്ല. ബംഗാളും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവർ പരമാവധി പ്രയത്നിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി. അതിന്റെ പേരിൽ മാത്രം അവർക്ക് 2 സീറ്റ് ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ഈ സർവേ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?